പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. കാരണം എന്താ, ഭൂഗർഭ ജലം നഷ്ടമാവും. പാലക്കാട് വെള്ളമില്ലാത്ത സ്ഥലമാണ്, അപകടം പിടിച്ച സ്ഥലമാണ്. ഈ സ്ഥാപനത്തിന് ദശലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം വേണം. ദശലക്ഷക്കണക്കിന് ലിറ്റർ ഭൂഗർഭ ജലം ഈ കമ്പനിക്ക് വേണം. അപ്പോൾ അവിടുത്തെ യാതൊരു ഓഡിറ്റോ ഒരു അസസ്മെൻറ്റോ ഒന്നും നടത്താതെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഈ കമ്പനി ഇവരുടെ ഗ്രൂപ്പിനെതിരായിട്ട് ഗുരുതരമായി മറ്റൊരു കേസ് കൂടിയുണ്ട്. എന്തിനാണെന്നറിയാം? പഞ്ചാബിൽ ഇവരുടെ ലിക്കർ കമ്പനി ഒരു പ്രദേശം മുഴുവൻ മലിനമാക്കി. 4 കിലോമീറ്ററിലധികം വരുന്ന സ്ഥലത്തെ ഭൂഗർഭ ജലവും ഉപരിതല ജലവും ഇവരുടെ വ്യാവസായിക വേസ്റ്റ് ഇവർക്കെതിരായി കേസെടുത്തിരിക്കുകയാണ്. പഞ്ചാബ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അവരുടെ എല്ലാം ഫൈൻഡിംഗ് ആണ്. ഇത് പാർലമെൻറ്റിൽ വന്നാണ് ഇവർക്കെതിരായി. ദ ഇഷ്യൂ വാസ് ഓൾസോ റേസ്ഡ് ഇൻ പാർലമെൻറ്റ് ഡ്യൂറിംഗ് 0 hour, subsequent to which the Central Pollution Control Board along with the Central Groundwater Board conducted field visit at the Sira factory. The inspection report revealed violation of environmental norms by the factory on multiple grounds. The Punjab Pollution Control Board has lodged a criminal complaint against the company for violating various provisions of the Water Prevention and Control of Pollution Act 1974. ഇതെല്ലാം ഈ എൻവയൺമെൻറ്റ് കണ്ടീഷൻസ് മുഴുവൻ വയലേറ്റ് ചെയ്ത് ഇവർ പഞ്ചാബിലെ സിറ തഹസിൽ ഫിറോസ്പൂരിൽ ഡിസ്ട്രിക്ട് ബൈ ഡംപിങ് ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് ആൻഡ് ഡിസ്ചാർജിങ് ദ സെയിം ഇൻ ടു എർത്ത് ത്രൂ ബോർവെൽസ്. ഇവർ ബോർവെല്ലിൽ കൂടി ഇവരുടെ വ്യാവസായിക വേസ്റ്റ് ബോർവെല്ലിൽ കൂടി തള്ളി. ഇറ്റ് ലെഡ് ടു ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷൻ ഇൻ ദ വില്ലേജസ് അപ് ടു 4 kilometer പെരിഫറി ഓഫ് ദി മാനുഫാക്ചറിങ് യൂണിറ്റ്. ഇവരുടെ ഇതുപോലത്തെ ഇപ്പോൾ കഞ്ചിക്കോട് അനുവദിച്ചിരിക്കുന്ന പോലത്തെ പ്ലാന്റിൻ്റെ ചുറ്റുപാടുമുള്ള 4 കിലോമീറ്ററിലപ്പുറം ഇവരെ ഭൂഗർഭജലത്തെയും ഉപരിതല ജലത്തെയും മലിനമാക്കി. ഇതാണ് എക്സൈസ് മന്ത്രി പറഞ്ഞ ഈ കമ്പനിയുടെ 2 മഹത്വം. ഭയങ്കര കമ്പനിയാണെന്നാണ്. അപ്പോൾ എന്ത് കിട്ടിയെന്ന് കൂടി പറഞ്ഞാൽ മതി. എന്താണ് ഇവർക്കിത് ദാനം ചെയ്തതുകൊണ്ട് എന്താണ് ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് എന്ന് മാത്രമേ ഇനി വെളിപ്പെടുത്താനുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇത് ഇവർക്ക് അനുമതി കൊടുത്തത് റദ്ദാക്കണം എന്നാവശ്യപ്പെടുന്നു പ്രതിപക്ഷം. ഇത് കൊടുക്കാനുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണം. ഇതുമായി മുന്നോട്ട് നീങ്ങിയാൽ ഒരു കാരണവശാലും കഞ്ചിക്കോട് ഈ ലിക്കർ പ്ലാന്റ് അനുവദിക്കാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല. പാലക്കാട് രൂക്ഷമായ കുടിവെള്ള പ്രശ്നമാണ്. ദശലക്ഷക്കണക്കിന് വെള്ളം ഈ പ്ലാന്റിന് വേണ്ടി വേണം. ഭൂഗർഭജലം ഉപയോഗിക്കും. ഇത് മലിനമാകാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. കുപ്രസിദ്ധമായ ഈ കമ്പനിക്ക് ഇത് കൊടുക്കുന്ന നടപടിയിൽ നിന്ന് സർക്കാർ പിന്മാറണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടും.